നെക്സ്റ്റ് ജനറേഷൻ എൻഗ്ലെക്സാറിൻ എൻജിഎൻ ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, US എന്നീ കൺട്രീസിലേക്ക് നേഴ്സസായി ജോലി ചെയ്യാൻ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള നേഴ്സിംഗ് ലൈസൻസ് എക്സാമാണ്. ഈ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കൊരു ആറിനായിട്ട് ഇങ്ങനെയുള്ള കൺട്രീസിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേഴ്സസ് അപ്രോച്ച് ചെയ്യുന്നതും ഈ എക്സാം തന്നെയാണ്. എൻഗ്ലെക്സാറിനെ കുറിച്ച് ഇപ്പോഴും ഒരു ജയിക്കാൻ ബുദ്ധിമുട്ടാണോ, ഇതെങ്ങനെ പഠിക്കും, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഐഡിയ ഇപ്പോഴും മോസ്റ്റ് ഓഫ് ദ നേഴ്സസിനില്ല എന്നാണ് പലരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ജനറേഷൻ എൻഗ്ലെക്സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച നേഴ്സിങ്ങിൻ്റെ തിയറി അത് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ എക്സാമിൻ്റെ അകത്ത് ഒരു നേഴ്സിൻ്റെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റും ഡിസിഷൻ മേക്കിങ്ങുമാണ് അസസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ നമ്മൾ അത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് അതിന് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ആൻസർ കണ്ടുപിടിക്കുക എന്നാൽ, അല്ലെങ്കിൽ ഒരു ആപ്റ്റായിട്ടുള്ള കെയർ ആ പേഷ്യന് കൊടുക്കാൻ മാത്രം ഒരു സ്റ്റാഫ് കേപ്പബിൾ ആണോ എന്നുള്ള കാര്യമാണ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്. നമ്മൾ റൈറ്റ് ഡിസിഷൻ എടുത്താൽ അതാണ് ആ പേഷ്യനുള്ള നമ്മുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് എൻഗ്ലെക്സാറിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് 85 to 150 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ലഭിക്കുന്നത്. ഇത് 5 മണിക്കൂർ നീളുന്ന ഒരു എക്സാമാണ്. 5 മണിക്കൂർ ബ്രേക്കും അങ്ങനെ എല്ലാം കൂടി ഒരു മാക്സിമം 5 മണിക്കൂറാണ് ഈ എക്സാമിന് ഉള്ളത്. ഇതിൻ്റെ അകത്ത് 85 to 150 ക്വസ്റ്റ്യൻ അന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 15 ക്വസ്റ്റ്യൻ വാമപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ അൺസ്കോർഡ് ആണ്, സ്കോർ ചെയ്യില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കോർ ചെയ്യുന്നത്. അതായത് 70 to 135 ക്വസ്റ്റ്യൻസ്. ഈ 15 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ക്വസ്റ്റ്യൻസ്, ഒരു ചെറിയ സിനാരിയോ തരിക, അതിനുശേഷം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരിക, ഓപ്ഷൻസ്. ഇതാണ് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയും. 3 കേസ് സ്റ്റഡീസ് ഉണ്ട്. കേസ് സ്റ്റഡീസ് ഇതിൻ്റെ അകത്ത് അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി, ചിലപ്പോൾ വൈറ്റൽ സയൻസ്, കറണ്ട് സ്റ്റാറ്റസ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി തന്നിട്ട് അതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. ഇതാണ് കേസ് സ്റ്റഡി. ഇങ്ങനെ 3 കേസ് സ്റ്റഡീസ് ഉണ്ട്. ഈ കേസ് സ്റ്റഡിയും വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് എൻഗ്ലെക്സാറിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ വിജയശതമാനം ഇപ്പോൾ വളരെ കൂടുതലാണ്. ഈ എക്സാം ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റാണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് അടുത്ത ക്വസ്റ്റ്യനെ സെറ്റ് ചെയ്ത് അതനുസരിച്ച് ക്വസ്റ്റ്യൻ തരുന്നതിനെയാണ് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സാം എഴുതുന്ന ആളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ക്വസ്റ്റ്യൻ തരിക എന്നർത്ഥം. ഇത് ഒരെണ്ണം ശരിയാക്കി അടുത്ത അതിൽ ഹാർഡാകും അങ്ങനെയാണ് അവർ പറയുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോന്ന് ശരിയാക്കും അതിനേക്കാൾ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തരും. അങ്ങനെയാണ് നമ്മുടെ ഒരു ആവറേജ് എത്രയാണോ ഇതിന് വേണ്ട, എക്സാമിന് വേണ്ട ഒരു ജയിക്കേണ്ടതായ ഒരു ആവറേജ് സ്കോറിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിൻ്റെ ടൈം അല്ലെങ്കിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ്റെ അളവ് ഓരോരുത്തരുടെയും എക്സാമിന് വേറെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അവർ ആൻസർ ചെയ്യുന്ന രീതി അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ്റെ ഡ്യൂറേഷനും എമൗണ്ടും നമ്പരും ഇരിക്കുന്നത്. ഇതിൽ 85 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ബേസിക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 85 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ അൺസ്കോർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻ ആണ് 85. അപ്പം നമ്മൾ അതുവരെ നല്ല ഇതായ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്താൽ ഒരു 90-95 നമ്മുടെ എക്സാം തീരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് നമ്മൾ എക്സാം അപ്പിയർ ചെയ്താലും ആ ഒരു ലെവലിൽ എക്സാം ടെർമിനേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതിനും ശേഷം 85 കഴിഞ്ഞും മുമ്പോട്ട് 130-135 വരെ ക്വസ്റ്റ്യൻസ് പോരും. 150 വരെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പോകുന്നത്. അത് ഓരോ ക്വസ്റ്റ്യൻ തന്ന് നമ്മുടെ ഒരു എബിലിറ്റി അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തരെയും ടൈം ഡ്യൂറേഷനും നമ്പരും വ്യത്യാസം ആയിട്ടിരിക്കും.
ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് നമുക്ക് തിങ്ക് ചെയ്യാനും റീഡ് ചെയ്യാനും ഒരു ടൈം ലിമിറ്റ് ഇല്ല. ഈ 5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എക്സാം എഴുതി തീരുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യനും ഇത്ര ടൈം അവർ വെച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ തിങ്ക് ചെയ്ത് നമുക്ക് അതിനൊരു പാറ്റേൺ ഉണ്ട്. എലിമിനേഷൻ പ്രോസസ്സൊക്കെ ചെയ്ത് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്താൽ ഒരു 99% നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന്